കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിദേശത്തു നിന്നും IS ബന്ധമുള്ള മുഹമ്മദ് ആദിലിനെ ATS കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ കേരളം കേന്ദ്രീകരിച്ച് ISന്റെ യൂണിറ്റുകൾ ആരംഭിക്കുവാനുള്ള വ്യാപകമായ പരിശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. അതായത് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൽ ISന്റെ ഒരു യൂണിറ്റ് ആരംഭിക്കുവാനുള്ള വ്യാപകമായ പരിശ്രമങ്ങളായിരുന്നു ഇയാൾ നടത്തി വന്നിരുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് അടക്കം ATS നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഇയാളെ കാണാനില്ലായിരുന്നു. ഇയാളെ വിദേശത്ത് വച്ച് തന്നെ ATS നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ ATSന്റെ പിടിയിലായി. എന്നാൽ ഇയാളെ പിന്നീട് കാണാനില്ലായിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് അടക്കം ATS നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ കൂട്ടാളികൾ നേരത്തെ തന്നെ അറസ്റ്റിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇയാൾ പിടിയിലാകുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ തന്നെ ഇയാൾ അറസ്റ്റിലാകുകയായിരുന്നു. മൂവാറ്റുപുഴ സ്വദേശിയാണ് മുഹമ്മദ് ആദിൽ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കേരളം ഭീകരവാദികളുടെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ശബരിമല സ്വാമി ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും അടക്കമുള്ള അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ള ഭൂമികയാണ് കേരളം. ഈ അടുത്ത ഇടയായിട്ടാണ് കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മഹാകുംഭമേളയ്ക്കും ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നുവെന്ന വാർത്ത വരുന്നത്. അത്തരത്തിൽ സാംസ്കാരികമായി അതീവ പ്രാധാന്യമുള്ള കേരളം പോലുള്ള ഇടങ്ങളിൽ ഇപ്പോഴും ഈ ഭീകരവാദികൾ പതിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ദുഃഖകരവും ഭയപ്പെടുത്തുന്നതുമായ വാർത്തയാണ് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കാതുകളിലേക്ക് വന്ന് അലയ്ക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് മതിയായ സുരക്ഷ ഉണ്ടോ എന്നൊരു സാഹചര്യത്തിൽ സംശയമാണ്. പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ശബരിമലയിൽ തന്നെ ഭീകരവാദികൾ കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഭവം നടക്കുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്താണ്. 3 പേരടങ്ങുന്ന ഒരു സംഘം ഭീകരവാദികൾ ശബരിമലയെ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ ആലയങ്ങളിലേക്ക് ഭീകരവാദികൾ പതിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളോളമായി. കേരളം കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഭീകരവാദ സംഘടനകളും നടത്തിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള നാളുകളിൽ കേരളം സുരക്ഷിതമാണ് എന്ന് പറയുവാൻ കഴിയില്ല. അതായത് കേരളത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയും ഇവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുകയും അങ്ങനെ ഒരു പ്ലാനായിരുന്നു NDF തയ്യാറാക്കിയിരുന്നത്. അതിനുശേഷമാണ് ആ ഒരു ഇൻസ്റ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ വിഭജിക്കുവാനുള്ള, ദക്ഷിണ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തെ വിഭജിക്കുവാനുള്ള ഒരു നീക്കം നടത്തിയത്. അതിനുശേഷമാണ് കേരളത്തിൽ ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ളൊരു വിഭജന ശ്രമം NDFൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇപ്പോഴും കേരളം അതീവ സുരക്ഷയും ജാഗരൂകവുമായി ഈ വിഷയത്തിൽ നമ്മൾ നോക്കിക്കാണുന്നുണ്ടോ എന്നുള്ളതിനൊരു സംശയം ഇപ്പോൾ ബാക്കിയാണ്. കൂടുതൽ സുരക്ഷ, മെച്ചപ്പെട്ട സുരക്ഷ തന്നെ ശബരിമലയ്ക്ക് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഭക്തന്മാരുടെ സൗകര്യങ്ങൾ, കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഭക്തന്മാർ ആഗ്രഹിക്കുന്നു, അവർ അർഹിക്കുന്നു. കാരണം ഇത്രയേറെ കോടാനുകോടി രൂപയുടെ വരുമാനം കേരളത്തിൻ്റെ ഖജനാവിനുണ്ടാക്കി കൊടുക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇങ്ങനെയാണോ, ഈ രീതിയിലൊക്കെയുള്ള സൗകര്യങ്ങൾ മാത്രം മതിയോ? അവിടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ എത്രയോ കാലം മുന്നേയാണ് കേരളത്തിൻ്റെ സമീപ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ തിരുപ്പതിയിൽ അവരെത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പോലുമുള്ള സൗകര്യങ്ങൾ ശബരിമലയിലില്ല. ഇത് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം. അത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് തത്വമൈ ന്യൂസ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.